സെബസ്ത്യാനോ സഹദായുടെ തിരുനാളിൻ്റെ ആശംസകൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുകയാണ്. പഞ്ഞം പട വസന്തയിൽ നിന്നാണ് സെബസ്ത്യാനോ സഹദായുടെ സംരക്ഷണം നമ്മൾ ചോദിക്കാറുള്ളത്. ഈ തിരുനാളിൻ്റെ ഒരു മൂഡിലൊക്കെ നിൽക്കുമ്പോൾ ഈ കാര്യം ഒന്ന് പ്രത്യേകം പറഞ്ഞ് പ്രാർത്ഥിക്കണേ. പഞ്ഞം പട വസന്തയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ. പഞ്ഞം, പട്ടിണി, ദാരിദ്ര്യം, പ്രത്യേകം നിയോഗം വെക്കേണ്ടത് വരുമാന മാർഗങ്ങൾ തുറക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠനമൊക്കെ കഴിഞ്ഞ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്, നല്ലൊരു ജോലിയിലേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പൊ അവർക്ക് വരുമാന മാർഗങ്ങൾ തുറന്നു കൊടുക്കണേ കർത്താവേ എന്ന് സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. മുൻകാലത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യുദ്ധങ്ങൾ ഉണ്ടായിരുന്ന കാലമാണ്. അപ്പൊ നമ്മുടെ കാലത്തോ കലഹം, വിദ്വേഷം, വെറുപ്പ് ഒക്കെ പ്രാർത്ഥിക്കണം. അതായത് ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾ തമ്മിൽ, സുഹൃത്തുക്കൾ തമ്മിൽ, അയൽപക്കങ്ങൾ തമ്മിൽ ഒക്കെ വലിയ പടപ്പുറപ്പാടുകളാണ് ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് അത്തരം കലഹങ്ങളിൽ നിന്ന്, അത്തരം യുദ്ധസമാനമായ അന്തരീക്ഷങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ. പഞ്ഞം പട വസന്ത എന്താണത്? രോഗാവസ്ഥകളിൽ നിന്ന്. ശരിക്കും മിക്ക കുടുംബങ്ങളും ഉലഞ്ഞു പോകുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് പോട്ടെ, നമുക്ക് പരിഹരിക്കാം. കലഹമാണോ? രമ്യപ്പെടാം. പക്ഷെ ഈ രോഗം വന്നാൽ എന്ത് ചെയ്യും? ഇപ്പോൾ രോഗം മൂലം വലയുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. അവരെയൊക്കെ ഈ ദിവസങ്ങളിൽ ഓർത്ത് നമ്മളും ആ അവസ്ഥയിലൂടെ ആണെങ്കിൽ പ്രാർത്ഥിക്കാം. പഞ്ഞം പട വസന്തയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ. മറ്റൊന്നുകൂടി ഉള്ളത് സെബസ്ത്യാനോ സഹദ എന്ന വാക്കാണ്. വിശുദ്ധ സെബസ്ത്യാനോ സഹദ. എന്താ സഹദ? സഹദ എന്ന വാക്കിന്റെ അർത്ഥം രക്തസാക്ഷി. രക്തസാക്ഷിത്വത്തിന്റെ ഫലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും പുറപ്പെടുവിക്കാൻ ഞങ്ങളുടെ മേലും കൃപയുണ്ടാകണമേ എന്ന് നമുക്ക് ഉടയതമ്പുരാനോട് ഈ ദിവസം പ്രാർത്ഥിക്കാം. എൻ്റെ വിശ്വാസത്തെ, ഞാൻ ക്രിസ്ത്യാനിയാണ്, എൻ്റെ കർത്താവ് തമ്പുരാന്റെ അനുയായിയാണ്, അത് ഇരുട്ടത്തിരുന്ന് പറയേണ്ടതല്ല. അതെന്റെ രഹസ്യ കാര്യമാണെന്ന് വിചാരിക്കരുത്, എൻ്റെ പ്രൈവറ്റ് അഫെയർ ആണെന്ന് വിചാരിച്ച് കളയരുത്. ഇന്ന് ഒത്തിരി ഉണ്ടത്. ക്രിസ്ത്യാനികളെ പോലെ സെക്യുലറൈസ്ഡ് ആയ ഒരു വിഭാഗമില്ല. നമ്മൾ എന്തിനാണ് ഭയക്കുന്നത്? ഒത്തിരി ഭീരുക്കൾ കൂടുകയാണ് നമുക്കിടയിൽ. ഇൻഡിഫറൻസ്, നിസ്സംഗത നമ്മളെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിനെ ആ നിസ്സംഗതയുടെ പുറന്തോട് പൊട്ടിച്ചേ പറ്റൂ. അതിന് ചെയ്യേണ്ടത് എന്താ? നീ അറിഞ്ഞ നേരിനെ, നീ അറിഞ്ഞ കർത്താവ് തമ്പുരാനെ, നീ മനസ്സിലാക്കിയ സുവിശേഷത്തെ, നീ സ്നേഹിക്കുന്ന നിന്റെ സഭയെ പ്രകാശത്തിൽ പറയണം, പുരമുകളിൽ ഘോഷിക്കണം. സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിന്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റ് കാര്യങ്ങളിൽ തലയിടാറില്ല. അതായത് ഒരു പരിധിക്കപ്പുറത്തൊന്നിലേക്കും ശ്രദ്ധ മാറാതെ, ഫോക്കസ് നഷ്ടപ്പെടാതെ ഒരൊറ്റ കാര്യം, എന്നെ സൈന്യത്തിൽ ചേർത്തവന്റെ ഹിതം നിറവേറ്റുക. കഷ്ടപ്പാടുകളുണ്ട്, ആ കഷ്ടപ്പാടുകളുടെ നടുക്ക് നിന്നുകൊണ്ടും ആ വാക്ക് വീണ്ടും വീണ്ടും മുഴങ്ങട്ടെ. പ്രകാശത്തിൽ പറയുവിൻ, പുരമുകളിൽ ഘോഷിക്കുവിൻ. സഹദായുടെ തിരുനാളിന്റെ ആശംസകൾ ഒരിക്കൽ കൂടെ സ്നേഹപൂർവ്വം നേരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമായ ഈശോ മിശിഹായേ, ഭീരുത്വം ഞങ്ങളെ വേട്ടയാടുന്നൊരു കാലത്ത്, ഏറെ ഭയങ്ങൾ ഞങ്ങളെ വരിഞ്ഞു മുറുക്കുന്ന ഒരു കാലത്ത്, സെബസ്ത്യാനോ സഹദായുടെ ശക്തിയേറിയ മാധ്യസ്ഥ്യം വഴി ഞങ്ങളുടെ വിശ്വാസത്തെയും ഞങ്ങൾ അറിഞ്ഞ സുവിശേഷത്തിന്റെ സത്യത്തെയും പ്രകാശത്തിൽ പറയുവാൻ, പുരമുകളിൽ ഘോഷിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണേ.